Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. The person on your mind, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ സമയം അറിയേണ്ടത്? അത് അവരുടെ കറന്റ് സിറ്റുവേഷൻ ആയിരിക്കാം, ഫീലിങ്സ് ആയിരിക്കാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്? ഈ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നോക്കാം. സോ ആസ് യൂഷ്വൽ 3 ക്യാൻഡിൽസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ അല്ലെങ്കിൽ ഏത് ക്യാൻഡിലിനോടാണോ ഏത് കളറിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ഒന്ന് റിലാക്സ് ആയിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ക്യാൻഡിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ആൻഡ് അഗെയിൻ ജനറിക് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, സോ സെലക്ട് യുവർ ക്യാൻഡിൽ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1. The person on your mind. നിങ്ങളുടെ മനസ്സിലെ വ്യക്തി. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്? എന്താണ് ഈ വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷൻ? നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം, ഓർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്? What you need to know about this person. The person on your mind. Group number 1. Alright. So ഈ വ്യക്തി നിങ്ങളുടെ ഒരു ഫാന്റസി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഫാന്റസി ആയിരിക്കാം നിങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ഫാന്റസി പോലെ ആയിരിക്കാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനിൽ ജീവിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനത്തെ ആയിരിക്കാം. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഫ്യൂച്ചറൊക്കെ നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓൾറൈറ്റ്. കാരണം എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. വലിയ ആഗ്രഹമുണ്ട്, ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ചിലത് ഒരുപാട് ഫാന്റസി പോലെ ആവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡേ ഡ്രീം എപ്പോഴും ഉണ്ടാവുന്നുണ്ട്, മനസ്സിലുണ്ടാവുന്നുണ്ട്, ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ റിയൽ ലൈഫിലേക്ക് കണക്ട് ആവുന്നില്ല, റിയാലിറ്റിയിലേക്ക് കണക്ട് ആവുന്നില്ല. ഓൾറൈറ്റ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മായാലോകം പോലെയാണ്. ടിപ്പ് നമ്പർ 1, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം ഈ വ്യക്തിക്ക്. ഓക്കെ, സോ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ആരെങ്കിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോം ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം. വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ അറിയുന്ന ആളുകളായിരിക്കാം, ഓർ ഫാമിലി ഇൻവോൾവ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ നെയ്ബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്തടുത്ത് ബന്ധമുള്ള ആളുകളായിരിക്കാം ഫാമിലി, പക്ഷെ നിങ്ങൾ അത് കണക്ട് ആവുന്നുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷൻ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. നിങ്ങൾ അടുത്താണ്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം, സംസാരിക്കുന്നുണ്ടായിരിക്കണം, ബട്ട് എന്തോ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ലെറ്റ്സ് സീ എന്താണെന്നുള്ളത് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഹോം ഫീലിങ്സ്, സ്പെഷ്യലി ആ ഒരു വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ചെറുപ്പത്തിലേ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓർ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. ഓക്കെ, കാരണം നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളെ കാണുന്നത്, ഓക്കെ, നിങ്ങളൊരു പ്ലഷർ ആണ് ഈ ഒരു വ്യക്തി. ഏതൊക്കെയോ രീതിയിൽ സന്തോഷമായിട്ടാണ് ഈ വ്യക്തി കണക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്. സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളെ കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല, പക്ഷെ അവർ നിങ്ങളെ പറ്റി ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡേ ഡ്രീം പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ്സ് ഓർ ചില സിറ്റുവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം,
പ്രോപ്പറായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് അതിന് പറ്റുന്നുണ്ടാവില്ല. ഒന്നുകിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല, ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. മേ ബി ഫാമിലി ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓൾറൈറ്റ്, സോ അതിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഒരു കൈൻഡ് ഓഫ് ബ്രേക്കപ്പ്, ഒരു സെപ്പറേഷൻ പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, പക്ഷെ എന്താണോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, അത് ആ വ്യക്തിക്ക് അത്ര സന്തോഷമായിട്ടല്ല കാണുന്നത്. ഓക്കെ, കാരണം ആ വ്യക്തിക്ക് നിങ്ങളായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ലൈഫ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു ഫാന്റസിയാണ്. മേ ബി ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ലോങ് വെയിറ്റ്. സോ മേ ബി കോണ്ടാക്ട് ഉണ്ടാവില്ല ഈ ഒരു സമയത്ത്, അതുകൊണ്ടായിരിക്കാം ഒരു കാത്തിരിപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങളുണ്ട്, അടുത്തുണ്ട്, നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങൾ വളരെ അടുത്തായിരിക്കാം, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഗ്രൂപ്പ് നമ്പർ 1, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. വേറെന്തൊരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, സോ വേറെന്തോ സിറ്റുവേഷൻ കൂടെ ആ വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഗ്രൂപ്പ് നമ്പർ 1, ഡിസിഷൻ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. സോ ഒന്നുകിൽ ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ ഈ വ്യക്തിക്ക് മാറി നിൽക്കാനും പറ്റുന്നുണ്ടാവില്ല. കാരണം ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു റിയൽ ലൈഫായിട്ടല്ല കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവര് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരു ദിവാസ്വപ്നം പോലെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കിടക്കുന്നത്. ഓക്കെ, അവർ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ലൈഫിൽ ആരുടെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആളുകൾ ഇൻവോൾവ് ആണ്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ ഫാമിലി ഉള്ള ആളുകളായിരിക്കാം, ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടുപേരും. ഓക്കെ, സോ മേ ബി ആ വ്യക്തി ആ ഒരു പ്രോസസ്സിലായിരിക്കാം. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി ഏതൊക്കെയോ ഒരു കാരണം കൊണ്ട് ഒരു ഇമ്മെച്യൂരിറ്റി കുറച്ച് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എസ്പെഷ്യലി ആ വ്യക്തിക്ക് വരുന്ന സമയത്ത്. കാരണം ആ വ്യക്തി പല കാര്യങ്ങളും കുറച്ച് ഇമ്മെച്യൂർഡ് ആയിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്. ഓർ ഈ വ്യക്തി നിങ്ങളെക്കാൾ യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓർ ആ വ്യക്തി കുറച്ചുകൂടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട്, സ്പിരിച്വലി കുറച്ചുകൂടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളെ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ലൈക്ക് പ്രത്യേകിച്ച് ഒരു അനക്കം ഉണ്ടാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും വേറെ സിറ്റുവേഷൻ ഇൻവോൾവ് ആയത് കാരണം നിങ്ങൾക്ക് അങ്ങനെ കോൺവെർസേഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്കോ അത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഓർ നിങ്ങളോ ഈ വ്യക്തിയോ, എസ്പെഷ്യലി ഈ വ്യക്തിയെ ഡിസ്റ്റർബ് ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും കമ്മിറ്റ്മെന്റൽ സിറ്റുവേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെയോ ആയിരിക്കില്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കുക. സോ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ആൻസർ ഉണ്ടാവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ പോവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഓക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ പോവാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം ഒരാളെ ലൈഫ് കുറച്ച് സീരിയസ് ആയിട്ടായിരിക്കാം എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ ആ വ്യക്തി ആയിരിക്കാം, നിങ്ങളായിരിക്കാം, ഫാമിലി ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിൽ കണക്ട് ചെയ്ത് വരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സോ അതൊക്കെ ഒരു റീസൺ ആണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് സെപ്പറേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. സോ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം, നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള എല്ലാ ഫ്രീഡം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതിനർത്ഥം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, അതിനും സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഒരു വലിയൊരു ഫാന്റസിയാണ്. ഓക്കെ, പക്ഷെ അതിനപ്പുറം
കണക്ട് ചെയ്യാൻ അവർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല, അതിനപ്പുറം കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിലേക്ക് അത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അതായിരിക്കാം പ്രോബ്ലം. മേ ബി ഈ വ്യക്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ്, നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആണ്, ഫാമിലിയാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ വ്യക്തി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തരാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഓക്കെ, സോ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ലൈക്ക് ഒരു സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം കുറച്ച് സമയമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹണിമൂൺ സ്റ്റേജിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ പല കാര്യങ്ങളും പരസ്പരം എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഒരു ഇന്റിമസി എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു റിയൽ ലൈഫിലേക്ക് കടന്നു വന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ആ ഒരു പ്ലഷർ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ളൂ റിലേഷൻഷിപ്പിൽ. പക്ഷേ അതാർക്കും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് സമയമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സോ ആ ഒരു ഇനീഷ്യൽ ടൈമിൽ കുറച്ച് മാസം ടൈം അല്ലെങ്കിൽ 1-2 വർഷം ടൈം നിങ്ങളത് മാക്സിമം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് മാസം കുറച്ച് ദിവസം ടൈം നിങ്ങൾ അതിന്റെ ഒരു പീക്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ഫാന്റസി വേൾഡിലായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഹോം ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച ഒരു പേഴ്സൺ ആയിക്കൊള്ളണമെന്നില്ല. അത് ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലെ ആ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കും ആ വ്യക്തിയുടെ മേലെ ആ ഒരു ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ക്ലാഷസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഹണിമൂൺ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ഇനി സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെസൺ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്ത് വരുന്നതിന്റെ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു ഈഗോ ഉണ്ടാവും, ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവണം. ഓക്കെ, അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങൾ പരസ്പരം കുറച്ചുകൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു വ്യക്തി എന്താണ്, ആ ഒരു ഫാന്റസിനേക്കാൾ കൂടുതൽ എന്തൊക്കെയൊരു കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്കോ കമ്മിറ്റ്മെന്റിലേക്കോ കൊണ്ടുവരാ എന്നുള്ളത് മാത്രം എന്നുള്ളതല്ല, ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കാം. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സിറ്റുവേഷൻ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായമാവുന്നുണ്ട്. സോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം നോ കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, നിങ്ങൾക്കൊന്നെങ്കിലും നിങ്ങളുടെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ ഒരു വ്യക്തിനെ കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ സെയിം നാട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം, ഒരേ സ്ഥലത്തുള്ള ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നില്ല, അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാം, പക്ഷെ അങ്ങനെ വേണമെന്ന് തോന്നുന്നില്ല. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തി കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കൂടെ റിലേഷൻഷിപ്പിൽ കൊടുക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചില സിറ്റുവേഷൻ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനുമായിട്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ ഒരു സെപ്പറേഷൻ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾക്കോ ആ വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊന്നും ഓക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, സോ കോ ഡിപ്പെൻഡൻസി അഡിക്ഷൻസ് ഉണ്ടാവും നോർമലി, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാം, നിങ്ങൾ അതൊരു ടൈമിൽ മ്യൂച്വലി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സോ പരസ്പരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റിമസി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മാത്രമാവുന്ന സമയത്ത്, നിങ്ങൾ രണ്ടുപേരുള്ള ഒരു വേൾഡ് ആവുന്ന സമയത്ത്. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. സോ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ, ആ ഒരു ഫാമിലി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചാൽ, ചില ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. അത് മേ ബി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി പോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങൾ റീകൺസിലിയേഷനിലേക്ക് വരുന്ന സമയത്ത്, കാരണം രണ്ടുപേരും റീകണക്ട് ചെയ്യുന്നുണ്ട്.
ഓൾറൈറ്റ്. അതല്ലാത്തവർക്ക് ഫാമിലി ഇൻവോൾവ് ആണ്. സോ മേ ബി ലൈക്ക് നിങ്ങളോ അവരോ ഓൾറെഡി വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. സോ നിങ്ങൾ റീകണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ. ഓൾറൈറ്റ്. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലെ വ്യക്തി. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം? അവരുടെ ഫീലിംഗ്, സിറ്റുവേഷൻ, ഫ്യൂച്ചർ. Let's see. Think about your person, group number 2. The person on your mind. What you need to hear about them. Group number 2. Think about your person. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്? എന്താണ് ഈ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിംഗ്, സിറ്റുവേഷൻ, the deepest feeling, the hidden situation. Group number 2. Alright. സോ ഈ വ്യക്തിയുടെ ലൈഫിൽ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരിക്കണം, ഒരു അപ്ഡേറ്റ് പോലത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ. സോ നല്ല വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ വ്യക്തി ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി ആണ് എടുക്കുന്നത്, പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കണക്ട് ആവുന്നത്. ഓക്കെ. മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആ വ്യക്തിയുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ കുറച്ചൊരു അൺകംഫർട്ട്നെസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷേ ഗ്രൂപ്പ് നമ്പർ 2 അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും നല്ലതാണ്. ആ ഒരു റിലേഷൻഷിപ്പിനും നല്ലതാണ്, ആ വ്യക്തിക്കും നല്ലതാണ്. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാണാത്തൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്, ചില പ്രോസ്പെരിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. സോ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഒബ്സഷൻ, ഡിപ്പെൻഡൻസി അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്. മേ ബി ഇത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 2, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. സോ ഈ ഒരു സമയത്ത് വളരെ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു നേച്ചറിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഒരുപാട് ഷൗട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേസ് ചെയ്യാതിരിക്കുക, ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുക. പേഴ്സൺ വില്ലിംഗ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ. ഓർ ആ വ്യക്തി കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൈൻഡ് ഓഫ് സൈലന്റ് ആയി പോവാ, അതായത് വലിയ എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. സോ അവിടെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു വളരെ കോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, വളരെ സൈലൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ. അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഷട്ട് ഡൗൺ ടൈം പോലെയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ടൈം പോലെയാണ്. സോ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതുപോലത്തെ ചേഞ്ചസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ചസോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫോർ എ ഗുഡ് റീസൺ. ഓക്കെ. സോ ഒരുപാട് ഇമോഷണൽ ആയിട്ട് എടുക്കാതിരിക്കുക. കാരണം ചില മാറ്റങ്ങൾ, ചില സെപ്പറേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് ആക്ച്വലി നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്. കാരണം ഈ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലി ആണ് എടുക്കുന്നത്. ഓക്കെ. ഓർ വേറെ എന്തൊക്കെയോ കാര്യത്തിൽ കുറച്ച് ഫോക്കസ്ഡ് ആണ്. അവരുടെ എസ്പെഷ്യലി അവരുടെ ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഓർ വേറെ എന്തോ ഒരു കാര്യം. ഓക്കെ. സോ അവർക്ക് കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ്, ഈ ഒരു ടൈമിൽ എന്തോ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്ന, ബെറ്റർ ആയിട്ട് തോന്നുന്ന എന്തോ ഒരു കാര്യത്തിലേക്കാണ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ. അവരുടെ ഒരു ഇമോഷൻസും എല്ലാ കാര്യങ്ങളും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ഈ വ്യക്തി രണ്ടും ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പും ആ വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. അവരുടെ ഒരു സിറ്റുവേഷനും നിങ്ങൾ രണ്ടുപേരും രണ്ട് കാര്യങ്ങളും ആ വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾക്ക് തോന്നുകയാണ് ആ വ്യക്തിക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പേസ് കൊടുക്കുക. ഓക്കെ. കാരണം ഈ ഒരു സമയം മേ ബി ഈ വ്യക്തി ഇമോഷണലി ഈ ഒരു റിലേഷൻഷിപ്പിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കുറവായിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടക്കുറവ് കൊണ്ടല്ല. കാരണം
നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അവരുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, ഇപ്പൊ എന്തൊക്കെയാണോ ഉള്ളത്, അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ചില സമയത്ത് അവർക്കത് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ചില സമയത്ത് ആ ഒരു പ്രയോറിറ്റീസിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ചില ഇമോഷണൽ ഇൻബാലൻസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ മേ ബി ഈ വ്യക്തി എങ്ങോട്ടെങ്കിലൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം, യാത്ര പോയിട്ടുണ്ടായിരിക്കണം, ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, വളരെ ചില ആളുകൾക്ക് ഈ വ്യക്തി വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പകരം ചൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, the person on your mind. Alright, group number 2, അവരുടെ ലൈഫിൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, സോ ഫാമിലി ആയിരിക്കാം, ഓർ ചില ഗ്രോത്ത് ആക്ച്വലി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഒരു സമയത്ത്, ചില മാറ്റങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിലായിരിക്കാം ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ചില സമയത്ത് ആ വ്യക്തി കുറച്ചുകൂടി സെൽഫിഷ് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഓർ മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം ഈ വ്യക്തി കുറച്ച് സെൽഫിഷ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ആവുന്നില്ല, മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഈ വ്യക്തി ഓൾറെഡി ഒരു ഡിസിഷൻസ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കാരണം വേറെ എന്തോ ഒരു കാര്യം ഈ വ്യക്തി ഇയാളുടെ ലൈഫിൽ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം എന്നില്ല ആ വ്യക്തിക്ക്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. കാരണം ഈ വ്യക്തി വളരെ ഹെൽപ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടോ ചില ഡിസിഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ എടുത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിലും ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കോണ്ടാക്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ വ്യക്തിയായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ചില ആളുകൾക്ക് ഈ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതും നിങ്ങളെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടേതായിട്ടുള്ള ജോബോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യത്തിലാണ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, ആ വ്യക്തി വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് അതുപോലത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു വ്യക്തിക്ക് വേണ്ടി. കാരണം ആ വ്യക്തിക്ക് അവിടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നിങ്ങൾ എടുത്ത് ഉണ്ടാവുന്നുണ്ട്. സോ ഒന്ന് ബാലൻസ്ഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഇമോഷൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആവുന്ന സമയത്ത് ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യും ആൻഡ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം. പക്ഷെ ചില ആളുകൾക്ക് ഈ വ്യക്തി വേറൊരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് തോന്നാണ് ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ പേഴ്സൺ ഇൻവോൾവ് ആണ്, ഈ വ്യക്തി മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, വേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അവർ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പകരം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരും. വീണ്ടും നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവും. ഈ വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് തോന്നുന്നത് ആക്ച്വലി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. വീണ്ടും വരുന്ന സമയത്ത് അത് എന്റർടൈൻ ചെയ്യാൻ നിൽക്കാതിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മെന്റൽ പീസ് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തോ ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം ചില പ്ലേസിൽ ഈ വ്യക്തി കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് നിൽക്കുന്നത്, അവരുടെ കാര്യം നോക്കുകയാണ്, അവരുടെ ഗ്രോത്ത് നോക്കുകയാണ്. അത് നല്ലതാണ് ചില സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, അവിടെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് യുവർ ഇമോഷൻസ്. ഓൾറൈറ്റ്, സോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും, കോണ്ടാക്ട് ഉണ്ടാവും. പക്ഷെ മനസ്സിലാക്കുക എന്തിനാണ് ഈ വ്യക്തി തിരിച്ചു വരുന്നത് എന്നുള്ളത്, ആൻഡ് എന്താണ് നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ടത്, എന്ത് ക്ലാരിഫൈ ആണ്, എന്താണ് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, വീണ്ടും നിങ്ങളൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവെക്കാതിരിക്കുക. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ്. ഫ്രീ യോർ സെൽഫ്. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം ഈ വ്യക്തി വേറെന്തോ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ളത്. സോ അത് ചില ആളുകൾക്ക് തോന്നാണ് ഇതുപോലത്തെ സിറ്റുവേഷൻ ആണ്, വേറെ ആളുകൾ ആ വ്യക്തിക്ക് കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി വേറെ എന്തോ ഒരു കാര്യത്തിലാണ്, വേറെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ ആ വ്യക്തി ജോബിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ആ വ്യക്തി ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ വേറെ എന്തോ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അതുപോലത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടൈം ടു ഫ്രീ യുവർ സെൽഫ്. കാരണം ഇത് ചില ആളുകൾക്ക് കുറച്ച് സമയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു
അറ്റൻഷൻ സീക്കർ ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതായിരിക്കാം, ട്രാവലിംഗ് ഇൻവോൾവ് ആണ്. Tip number 2, the person on your mind. What's the romance angel message for you? Separation. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ മസ്റ്റ് ആയിരിക്കാം. ഓൾറൈറ്റ്, ഒരാൾക്ക് വലിയ സന്തോഷമാണ്, അവർ എന്താണ് ലൈഫിൽ ചെയ്യുന്നത് വലിയ സന്തോഷമായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ ഒരാൾ ഒരുപാട് ഒബ്സസ്ഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളാണ് ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളാണ് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ, ഇറ്റ്സ് ടൈം ടു ഫൊർഗീവ് ആൻഡ് ലേൺ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആർക്കെങ്കിലും ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കണം. സോ ഫൊർഗീവ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ കൾച്ചർ ഓർ നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഫാമിലി സിറ്റുവേഷൻ, കൾച്ചർ, സൊസൈറ്റി, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, ചില ആളുകൾക്ക് വെഡിങ്, എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കാം. ഓക്കെ, ഓർ ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനിയും അത് അതുപോലെ തന്നെ നീട്ടി വലിച്ചു കൊണ്ടുപോകാതിരിക്കുക. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇപ്പൊ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വരും. കാരണം ഈ വ്യക്തി നിങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരുപാട് കോ ഡിപ്പെൻഡഡ് ആവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പാഷനായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം, ഒരുപാട് സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരുപാട് അഡിക്ഷൻസ്, ഒരുപാട് ഡിപ്പെൻഡഡ് ആവുന്നുണ്ടായിരിക്കണം ഇമോഷണലി വരുന്ന സമയത്ത്. അതുപോലത്തെ നല്ല കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് കുറച്ച് അൺഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഓർ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തിക്ക് എന്തോ ഒരു കാര്യം ജെന്യൂൻലി എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അയാൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അയാളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കാം. ഓക്കെ, സോ വീണ്ടും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലെ വ്യക്തി. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്? എന്താണ് അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ആൻഡ് വാട്ട്സ് ദ നിയറസ്റ്റ് ഫ്യൂച്ചർ, ആൻഡ് വാട്ട്സ് ഗോണ ഹാപ്പൻ ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ? Group number 3, the person on your mind. Group number 3, the person on your mind. എന്തൊക്കെയാണ് ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്? ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് ഇത് നിങ്ങളൊരു വളരെ റീസെന്റ് ആയിട്ട് സംഭവിച്ചുള്ള ഒരു റൊമാൻസ് ആയിരിക്കാം. ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ ഒരു ഇനീഷ്യൽ ടൈം ആയിരിക്കും, ഒരു ഹണിമൂൺ ടൈം ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓർ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, തിരിച്ചു വരുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തൊരു കാര്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു റീസ്റ്റാർട്ട്, ഫ്രഷ് സ്റ്റാർട്ട്, ഒരു റീകൺസിലിയേഷൻ എന്നുള്ളതല്ല, ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഓക്കെ, സോ പലതും നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പുതുതായിട്ടുള്ള എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി ആ വ്യക്തിയുടെ ഒരു എനർജിയും അങ്ങനെ ആയിരിക്കാം ഈ ഒരു സമയത്ത്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഹീൽഡ് ആയിട്ടുണ്ടാവും. നല്ല രീതിയിൽ ആ വ്യക്തി ഒരു പ്ലസന്റ് ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് ഓർ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ലവ് ഒക്കെ വരുന്ന സമയത്ത്, സ്നേഹമൊക്കെ വരുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സ്നേഹം, കെയറിങ്, കൈൻഡ്നെസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഫീലിങ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. മെയിൻ ആയിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്ലേർട്ട് എനർജി, അല്ലെങ്കിൽ ഒരു മദർലി എനർജി, ഒരുപാട് സ്നേഹം, ഓക്കെ,
കാരണം ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നൈറ്റിൽ ഒരുപാട് തോട്ട്സ് നിങ്ങളെ പറ്റിയിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി എന്തെങ്കിലും ഒരു ചേഞ്ച് ആ വ്യക്തിയുടെ ഇമോഷൻസിൽ ഉണ്ടാവുന്നതായിരിക്കാം. ഇത്ര കാലമായിട്ട് വലിയൊരു ഇമോഷണൽ ആയിട്ട് എടുത്തിട്ട് സങ്കടമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ആ വ്യക്തിയായിട്ട് തന്നെ എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ലൈക്ക് ചില കാര്യങ്ങൾ ഡിവൈൻ ആയിട്ട് തന്നെ സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ഡിവൈൻ പ്ലാൻ പോലെ ഉണ്ടാവുന്നത്. സോ അത്ര കാലം ഉണ്ടായിട്ടുള്ളൊരു പെയിൻ പെട്ടെന്ന് മാറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾ ഓഫ് സഡൻ അങ്ങനത്തെ ഒരു വിഷമോ പ്രയാസങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അതൊക്കെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല, നിങ്ങൾക്കത് നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, റിട്ടേൺ ഉണ്ടാവുന്നുണ്ട്. അത് ആ വ്യക്തിയായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓർ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്, പാഷൻ ഓർ ചില കാര്യങ്ങൾ ഈ വ്യക്തി ഓൾറെഡി നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. Alright, റിട്ടേൺ ഓർ ഇറ്റ്സ് ലൈക്ക് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരില്ല, സംസാരിക്കില്ല എന്നുള്ളത്. പക്ഷെ ആ വ്യക്തി വളരെ കൂൾ ആയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ അത് ആ വ്യക്തി പ്രിറ്റൻഡ് ചെയ്യുന്നതല്ല, അത് ആക്ച്വലി ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ ജെന്യൂൻലി ഇല്ല, അത് എറൈസ്ഡ് ആയിട്ടുണ്ട് വിത്ത് ലവ്. ഓക്കെ, കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എക്സ്പ്രസ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ വ്യക്തിയുടെ ഒരു സ്നേഹം നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, എന്തെങ്കിലും ഒരു കാര്യം ഒരു കൈൻഡ് ഓഫ് നിങ്ങളൊരു റിലേഷൻഷിപ്പിന്റെ ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. ഈവൻ നിങ്ങളത് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എക്സാക്ട്ലി ഡിവൈൻ പ്ലാൻ, ഒരു ബ്ലെസ്സിങ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില മിറാക്കിൾസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ് പോലത്തെ ചില കാര്യങ്ങൾ, റൈറ്റ് മൊമെന്റ് ഓർ ദ പെർഫെക്റ്റ് മൊമെന്റ്, പെർഫെക്റ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നല്ല ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കാം, നല്ല ഹെൽത്തി കോൺവെർസേഷൻ ഉണ്ടാവുന്നതായിരിക്കാം. ഈവൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഓക്കെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം, വലിയ ആർഗ്യുമെന്റ്സ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ എന്തെങ്കിലും ഒരു റീസൺസ് കൊണ്ട് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നതായിരിക്കാം. ആൻഡ് അവിടുന്ന് വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്ര ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒന്നും ഇല്ലാണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്ലെൻസ്ഡ് ആയിട്ടുണ്ട് അവരുടെ മൈൻഡും ഓക്കെ ഇമോഷൻസും. സ്പിരിച്വലി ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരുപാട് സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം എനർജറ്റിക്കലി. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഈ വ്യക്തിക്ക് ഒരുപാട് സ്പിരിച്വൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ക്ഷമ, കോൺവെർസേഷൻ ഓർ ലവ്, കൈൻഡ്നെസ്, വീണ്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ. വാട്ട്സ് റിയലി ഗോയിങ് ഓൺ? സീ ഹിയർ ക്വീൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്. സീ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു പെർഫെക്റ്റ് കപ്പിൾ ആണ്, അല്ലെങ്കിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് മൊമെന്റ്. ഗ്രൂപ്പ് നമ്പർ 3, രണ്ടാൾക്കും ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്, രണ്ടാളും ഒരേ രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റെഡി ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഇമോഷണലി നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇമോഷണലി നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങൾ പല കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫീലിംഗ്സ്, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്നത് അതുപോലത്തെ ഫീലിംഗ്സിലേക്ക് ഈ വ്യക്തിയും കണക്ട് ആവുന്നുണ്ട്. സോ ഒരു മ്യൂച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ടെലിപ്പത്തിക്കലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും, സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക്
ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇമോഷൻസ് ഒക്കെ ഒരുപാട് ഗ്രോ ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ആ ഒരു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സ്നേഹം അത് അറിയാതെ മുള പൊട്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അറിയാതെ അത് വളർന്നു പോകുന്നുണ്ട്. ഓക്കെ, സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഹീൽഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഈ വ്യക്തി ഒരുപാട് സ്പിരിച്വലി ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും മനസ്സിലാക്കാനും ഓർ പേഷ്യൻസ് ആയിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ക്ഷമ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. യാത്ര ഇൻവോൾവ് ആവേണ്ടതായിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ എന്തെങ്കിലും യാത്ര ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ സംസാരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ ഈ വ്യക്തി ഒരു പ്ലേസിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു മെന്റൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. സോ അവിടുന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പ്രസൻസ് ഈ വ്യക്തി അത്രമാത്രം ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഹവർ ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് പറ്റുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഡിവൈൻലി ഒരു പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ ഒരു മൊമെന്റിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ മുന്നോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, സോ ഒരു റൈറ്റ് മൊമെന്റിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ചില കാര്യങ്ങൾ എസ്പെഷ്യലി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആ വ്യക്തി ഒരുപാട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളെടുത്ത്, ടു ബി വെരി ഫ്രാങ്ക്. ഓക്കെ, കാരണം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു സ്നേഹം മേ ബി അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് എത്രമാത്രം അവരെങ്ങനെ ഉള്ളിൽ വെക്കുന്നോ അത്രമാത്രം അത് ഗ്രോ ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഒരു ടൈം എത്തുന്ന സമയത്ത് അവർക്ക് അത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് എക്സ്പോസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സി ലൈക്ക് മേ ബി ഈ ഒരു ടൈമിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ മേ ബി നിങ്ങൾ ഫിസിക്കലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ. പക്ഷെ വീണ്ടും സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം ദിസ് ഇസ് നോട്ട് ഡൺ. ഓക്കെ, കാരണം ഇത് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഒരു വസന്തം, വീണ്ടും ഒരു ബെസ്റ്റ് സീസൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി റൊമാൻറ്റിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് ഈ വ്യക്തി കാണിക്കുന്നുണ്ട്. അതുപോലത്തെ ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ വ്യക്തിയുടെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിരിക്കാം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇതുപോലത്തെ ഇന്ററാക്ഷൻ ആയിരിക്കാം. ഓക്കെ, സോ ആ വ്യക്തി നിങ്ങളെ എടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഓർ മേ ബി എന്തെങ്കിലും ഇമേജ് ഷെയർ ചെയ്യുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലും ലൈക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ, സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഓർ ഫോട്ടോസ് ഓർ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ആയിരിക്കും അവർ മേ ബി നിങ്ങളടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ പ്രിപ്പയർഡ് ആണ് ഈ ഒരു വ്യക്തി, ആക്ച്വലി പ്രിപ്പയർഡ് ആണ് നിങ്ങളുടെ ആക്ഷന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാൻ ഒരു യാത്രയ്ക്ക് പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് കൺഫ്യൂഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോണ്ടാക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ ആ ഒരു പോസിബിലിറ്റി നോക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, സംസാരിക്കുക, കാരണം നിങ്ങൾക്ക് കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതല്ല നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ് അത് വെരി സൂൺ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ വീണ്ടും സംസാരിക്കും, വീണ്ടും കണക്ട് ആവും. നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ഒരു സ്നേഹം നിങ്ങൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യും. അത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, കീപ് ആൻ ഓപ്പൺ മൈൻഡ്. ഓൾറൈറ്റ്, സോ മേ ബി പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ഈ വ്യക്തി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ജെല്ലാവാൻ സാധിക്കാത്തത്, പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കാത്തത്, കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ആ ഒരു ഡിഫറൻസിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആയിട്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് ചാൻസ് കൊടുക്കുക ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ചിലത് ലൈക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കില്ല. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് ആ വ്യക്തി കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയി, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ മേ ബി നിങ്ങൾ എന്തോ ഒരു കാര്യം
നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഡിസ്കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓൾറൈറ്റ്, കാരണം വേറെന്തൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം, ഓർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റാത്തതിന്റെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കണം. സോ ആ ഒരു കാര്യം നിങ്ങൾ റിലീസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സോ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, റിലേഷൻഷിപ്പിലേക്ക് വരും. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ ഒരു അൺറിക്വയർഡ് ആയിട്ടുള്ള ലവ് ആണ്, ഇതിൽ പ്രത്യേകിച്ച് ഒരു കണക്ഷനോ നിങ്ങൾക്ക് ഇനീഷ്യലി ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ശ്രമിച്ചു നോക്കാൻ പറ്റുള്ള റിലേഷൻഷിപ്പ് ആണ്. കാരണം നിങ്ങൾക്കത് മ്യൂച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് ഒരുപാട് ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് ആ വ്യക്തി വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.